മലയോര മേഖലകളിൽ താമസിക്കുന്നവർ വന്യജീവികളെ ഭയന്നാണ് ഓരോ നിമിഷങ്ങളും തള്ളി നീക്കുന്നത്. കാട്ടാനയുടെ ശബ്ദമോ ഒരു വന്യജീവി ആക്രമണമോ ഉണ്ടായാൽ അവരുടെ ഉള്ളിൽ തീയാളും. പിന്നെ വനംവകുപ്പിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കും. ഇടുക്കി, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇതുപോലുള്ള സമരങ്ങൾ നിത്യസംഭവമാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കി പീരുമേട്ടിലും ജനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങി. ആദിവാസിയായ സീത കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതിഷേധം ആളിക്കത്തി. എന്നാൽ സീതയുടെ ചിത എരിഞ്ഞടങ്ങും മുൻപേ ആ പ്രതിഷേധാഗ്നി കെട്ടടങ്ങി. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലല്ലെന്നും സംഭവം കൊലപാതകമെന്നുമാണ് സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പല ദുരൂഹതയുമുണ്ട്. ഭർത്താവ് ബിനു സീതയെ കൊലപ്പെടുത്തിയതാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇടുക്കി പീരുമേട്ടിൽ ആദിവാസിയായ സീതയ്ക്ക് എന്താണ് സംഭവിച്ചത്? സീതയെ കാട്ടാനയാണോ ഭർത്താവ് ബിനുവാണോ കൊലപ്പെടുത്തിയത്? കഴിഞ്ഞ ദിവസം പീരുമേട് പ്ലാക്കത്തടം കോളനിയിലെ 54 വയസ്സുകാരി സീതയെ വനത്തിൽ വെച്ച് കാട്ടാന ചവിട്ടിക്കൊന്നെന്നാണ് ഭർത്താവ് ബിനു ആദ്യം നൽകിയ മൊഴി. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സീതയെ ഭർത്താവ് ബിനു കൊലപ്പെടുത്തിയതാകാമെന്നാണ് സംശയം. വനംവകുപ്പിന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നുവെന്നും ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെന്നും DFO പ്രതികരിച്ചു. അതേസമയം കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ടെന്നാണ് പോലീസ് നിലപാട്. സംഭവത്തിന് പിന്നാലെ ഭർത്താവ് ബിനു നിരീക്ഷണത്തിലാണ്. പ്ലാക്കത്തടം ആദിവാസി കോളനിയിലെ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട സീതയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ തന്നെയും ഭാര്യ സീതയെയും കാട്ടാന ആക്രമിച്ചതായും ആന സീതയെ ചവിട്ടിക്കൊന്നു എന്നുമാണ് ബിനു പോലീസിനോടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന 2 മക്കൾ ഏറെ പിന്നിലായിരുന്നതിനാൽ ആനയുടെ ആക്രമണം ഇവർ കണ്ടില്ല എന്നും ബിനു ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. എന്നാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. സീതയുടെ തലയുടെ പിൻഭാഗത്തും ശരീരത്തിന്റെ പിന്നിലും നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു. കല്ലിലോ മരത്തിലോ തലയുടെ പിൻഭാഗം ഇടിച്ചതായും മുഖത്ത് ഇരുവശത്തും അടിയേറ്റതായും വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചതായും കണ്ടെത്തി. പാറക്കെട്ട് പോലെ ഉയരത്തിൽ നിന്നും താഴേക്ക് സീത വീണതായും കുറച്ചു ദൂരം വലിച്ചിഴച്ചതായും കണ്ടെത്തലുണ്ട്. എന്നാൽ സീതയെ കാട്ടാന വലിച്ചിഴച്ചതായി ബിനു പറഞ്ഞിരുന്നില്ല. തന്നെയും ആന ആക്രമിച്ചെന്ന ബിനുവിന്റെ വാദം വിശ്വസനീയമല്ലായിരുന്നുവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. വനംവകുപ്പിന്റെ സംശയങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ശ്രീ ബിനു കുറച്ചു കാലം ഫയർ വാച്ചറായിട്ട്, അതായത് കാട്ടുതീയുടെ സീസണിൽ ഫയർ വാച്ചറായിട്ട് വനംവകുപ്പിൻ്റെ തന്നെ ജീവനക്കാരനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ ആനകളുള്ള സ്ഥലത്തു നിന്നെല്ലാം ഞങ്ങളെ മാറ്റി നേരെ ശരിയായ ദിശയിൽ കൊണ്ടുപോയിരുന്ന ബിനുവിന് ഇങ്ങനൊരു ആന പെട്ടെന്ന് വന്നു എന്നുള്ള അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മൊഴികളെല്ലാം തന്നെ സംശയം ബലപ്പെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കിയിരുന്നു. ബിനുവിന് പരിക്കുകളിൽ നിന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ വനംവകുപ്പും പോലീസും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ കൊലപാതകമാണോ എന്ന് വ്യക്തമാകൂ എന്നാണ് പോലീസ് നിലപാട്. ബിനു പോലീസ് നിരീക്ഷണത്തിലാണ്. ഇയാളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ ലൈംഗിക വൈകൃതമുള്ളവരുണ്ട്. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തും അവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചും ആനന്ദം കണ്ടെത്തുന്നവർ. ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണത്. കോഴിക്കോട് കുറ്റ്യാടിയിലെ ലാബിൽ സ്ത്രീകളുടെ താമസ സ്ഥലത്ത് ഒളിക്യാമറ വെച്ച് നഗ്നദൃശ്യം പകർത്താൻ ശ്രമിച്ചത് ലാബ് നടത്തിപ്പുകാരനാണ്. കഴിഞ്ഞ രാത്രി ശുചിമുറിയിൽ പോയ സ്ത്രീ ജനലിനടുത്ത് മൊബൈലുമായി ഒരാളെ കണ്ട് ബഹളം വെച്ചതോടെയാണ് ലാബ് നടത്തിപ്പുകാരൻ അസ്ലമിൻ്റെ തനി സ്വഭാവം പുറത്തുവന്നത്.
നാട്ടുകാരെത്തി സ്ഥാപനത്തിലെ CCTV പരിശോധിച്ചപ്പോഴാണ് അരീക്കര സ്വദേശി അസ്ലമാണ് ദൃശ്യം പകർത്തിയതെന്ന് വ്യക്തമായത്. കേസിൽ അസ്ലമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള അരീക്കര ലാബിനോട് ചേർന്ന് വനിതാ ജീവനക്കാർക്കായി താമസ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. രാത്രി ജീവനക്കാരികളിൽ ഒരാൾ ശുചിമുറിയിൽ പോയ സമയത്ത് ജനലിനടുത്ത് മൊബൈലുമായി ഒരാളെ കണ്ടു. യുവതി ബഹളം വെച്ചതോടെ നാട്ടുകാർ എത്തി സ്ഥാപനത്തിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ലാബിന്റെ നടത്തിപ്പുകാരനായ അസ്ലമാണ് മൊബൈൽ ക്യാമറയുമായി ശുചിമുറി ദൃശ്യം പകർത്തിയതെന്ന് വ്യക്തമായി. നാട്ടുകാരാണ് പ്രതി അസ്ലത്തെ പിടികൂടി പോലീസിന് കൈമാറിയത്. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. അരീക്കര ലാബിലെ വനിതാ ജീവനക്കാർക്കൊപ്പം മറ്റ് ചില ലാബുകളിലെ വനിതാ ജീവനക്കാരും താമസിച്ചിരുന്നത് ഇവിടെയാണ്. സംഭവത്തെ തുടർന്ന് മുഴുവൻ സ്ത്രീകളെയും സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി. കൂടുതൽ യുവതികളുടെ ദൃശ്യങ്ങൾ ഇയാൾ ചിത്രീകരിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. ലാബിന്റെ പേരെഴുതിയ ബോർഡുകൾ പ്രവർത്തകർ അടിച്ചു തകർത്തു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ഒളിക്യാമറ വെച്ച പോലീസുകാരൻ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറ്റ്യാടിയിലെ സംഭവം. സ്ഥാപന നടത്തിപ്പുകാരൻ തന്നെയാണ് പ്രതിയെന്നത് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കടുത്ത മദ്യപാനികളും ലഹരിക്കടിമകളുമായ വ്യക്തികൾ എന്തും ചെയ്യാൻ മടിക്കില്ല. അവർ ആരെയും ആക്രമിക്കും. സ്വന്തം വീട്ടിലും നാട്ടിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും. കൊല്ലം കൊട്ടാരക്കരയിൽ മദ്യലഹരിയിൽ ജനസേവ കേന്ദ്രത്തിലെത്തിയ ആൾ യുവതിയെ മർദ്ദിച്ചത് പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാണ്. കൊട്ടാരക്കര സ്വദേശി പ്രശാന്ത് സ്ഥാപനത്തിലെ ലാപ്ടോപ്പ് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ഭീതി വിതയ്ക്കുകയും ചെയ്തതോടെ യുവതി ബഹളം വെച്ചു. ഇതോടെ ഭർത്താവ് ഇടപെട്ട് അക്രമിയെ പിടികൂടി കൊട്ടാരക്കര പോലീസിൽ ഏൽപ്പിച്ചു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ദമ്പതികൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:15 പ്രശാന്ത് എന്നയാൾ മദ്യലഹരിയിൽ ചുങ്കത്തറയിലെ ജനസേവാ കേന്ദ്രത്തിലെത്തി. പണം ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാഞ്ഞതോടെ ഇയാൾ അക്രമം കാട്ടുകയായിരുന്നു. തുടർന്ന് സ്ഥാപനം നടത്തുന്ന അശ്വതിയുടെ കരണത്തടിച്ചതായാണ് പരാതി. ഇവരുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചായിരുന്നു അതിക്രമം. ഒരു വട്ട് പിടിച്ച ഒരു ഇതിന്റെ കണക്കായിരുന്നു നടക്കുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങളെ രണ്ടുപേരെ കണ്ടപ്പോഴത്തേന് വീണ്ടും ഇവൻ കയറി വന്നിട്ട് ഇവൻ ലാപ്പ് എടുക്കുക. നമ്മൾ ലാപ്പ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുമല്ലേ, അവൻ വയറ് പോലും ഇളക്കാതെ അങ്ങ് എടുത്ത് കയ്യിലങ്ങ് വെച്ചേക്കുക. ഇപ്പം തറയിടുമെന്നുള്ള രീതി, പൈസ ഒന്നില്ലെങ്കിൽ ഇപ്പം തറയിടുമെന്നുള്ള രീതിയിൽ കയ്യിലങ്ങ് വെച്ചേക്കുക. അപ്പോഴത്തേന് പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ സ്ഥാപനത്തിൽ കയറി ഇങ്ങനെ കാണിച്ചത് ശരിയല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ് മര്യാദയ്ക്ക് ഇറങ്ങി പോടാന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പോഴത്തേന് എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ച് എന്നെ ചെവിക്കന്നത്ത് അടിച്ച്. പ്രശാന്ത് സ്ഥാപനത്തിൽ നടത്തിയ പരാക്രമം അറിഞ്ഞായിരുന്നു അശ്വതിയുടെ ഭർത്താവ് അനിൽകുമാർ എത്തിയത്. ലാപ്ടോപ്പ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ജനസേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ കടയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞെങ്കിലും ഇയാൾ അക്രമം തുടരുകയായിരുന്നു എന്ന് അനിൽകുമാർ പറയുന്നു. ഇവൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമം കാണിച്ചത്? ഈ ഒരു പെൺകൊച്ചിനോട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവന്റെ വീട്ടില് അവൻ പല പ്രശ്നവും നടത്തുന്നവനാണ്. അവന്റെ അമ്മ തന്നെ പോലീസ് ആ കേസ് പിൻവലിച്ചെങ്കിലും പോയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അവന്റെ അമ്മയുടെ കൈ തല്ലി ഒടിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം അമ്മ തന്നെ കൊടുത്ത കേസുണ്ടായിരുന്നു. നുണ പറയല്ല, അത് കൃത്യമായിട്ട് ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവന്റെ അമ്മ പിന്നെ കേസ് പിൻവലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അടിക്കേസുകളിലെല്ലാം പ്രതിയാണ് ഇവൻ. അവന്റെ അമ്മയുടെ കൈ തല്ലി ഒടിക്കാം, അവന്റെ പെങ്ങളോട് അവൻ എന്ത് കാണിക്കാം, പക്ഷെ പുറത്തിറങ്ങി മറ്റൊരു പെൺകുട്ടിയോട് ഇവൻ എന്തിനാണ് ഇത് കാണിച്ചത്? സംഭവം അറിഞ്ഞെത്തിയ കൊട്ടാരക്കര പോലീസ് പ്രശാന്തിനെ പിടികൂടി. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അമ്മയുടെ കൈ അടിച്ചൊടിച്ച കേസും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പ്രശാന്തിനെതിരെയുണ്ട്. പട്ടാപ്പകൽ സ്ഥാപനത്തിലെത്തി സ്ത്രീക്ക് നേരെ ആക്രമണം നടത്തിയ പ്രതിക്ക് തക്ക ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ചില ആളുകൾ ചികിത്സാ സഹായം ചോദിച്ചെത്താറുണ്ടല്ലേ. അവർക്ക് എന്ത് സഹായം നൽകണമെന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ബിഷപ്പ് ഹൗസിൽ ഇങ്ങനെ സാമ്പത്തിക സഹായം ചോദിച്ചെത്തിയ ആൾ അവിടെ കാട്ടിക്കുട്ടിയ പരാക്രമം ഭയപ്പെടുത്തുന്നതാണ്. സഹായം നൽകിയപ്പോൾ തുക കുറഞ്ഞു പോയെന്നാരോപിച്ച് വൈദികനെ കുത്തി പരിക്കേൽപ്പിച്ചു. വലതു കൈക്കും വയറിനും കുത്തേറ്റ ഫാദർ ജോർജ് പൈനാടത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ ആക്രമണം നടത്തിയ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ മേലെ ചൊവ്വയിലെ ബിഷപ്പ് ഹൗസിലാണ് അതിക്രമം. രോഗബാധിതരെന്ന് പറഞ്ഞ് സാമ്പത്തിക സഹായം ചോദിച്ചെത്തിയ ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വൈദികൻ നൽകിയ തുക കുറഞ്ഞു പോയെന്നാരോപിച്ച് കറുക്കത്തിക്കൊണ്ടായിരുന്നു ആക്രമണം. ജോർജ് പൈനാടത്തിന്റെ വലതു കൈക്കും വയറിനും കുത്തേറ്റു. ഇദ്ദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണം നടത്തിയ കാസർഗോഡ് ഭീമനടി സ്വദേശി സാവിയർ കുഞ്ഞിമോൻ എന്ന മുഹമ്മദ് മുസ്തഫയെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. 1000 രൂപയാണ് ഇയാൾക്ക് വൈദികൻ സാമ്പത്തിക സഹായം നൽകിയത്. ഈ തുക കുറഞ്ഞു പോയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭ കേസ് പോലീസിനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. പോലീസ് ഡ്രൈവർമാരായ 2 പേർക്കും ഇടപാടിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ അവർ ഇപ്പോൾ ഒളിവിലാണ്. പിന്നാലെ പോലീസുകാർ ഉൾപ്പെടെ 3 പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനം. കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന ഷൈജിത്ത്, സനിത്ത്, പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ അമനീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുക. മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിന്റെ പിന്നിൽ പോലീസുകാരായ ഷൈജിത്തും സനിത്തുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബിന്ദുവും പിടിയിലായ ഇടപാടുകാരും ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് ബിന്ദുവിന്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ എത്തിയിരുന്നതായും കണ്ടെത്തി. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചതോടെയാണ് 2 പേരും ഒളിവിൽ പോയത്. പ്രതികളുടെ മൊബൈൽ ഫോൺ ഇന്നലെ ഓണായിരുന്നുവെങ്കിലും ഇന്ന് സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും പ്രതികൾ നടത്തുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാറും പ്രതികൾക്കൊപ്പം ഉണ്ടെന്നാണ് സൂചന. ഒരാഴ്ച മുമ്പാണ് മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തി സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായവരുടെ മൊബൈൽ ഫോണുകളും അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കേന്ദ്രത്തിന്റെ ഉടമകളായ പോലീസുകാരിലേക്ക് എത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചിലർ പ്രണയവും സൗഹൃദവും നടിച്ചടുത്തുകൂടും. പിന്നീട് കെണിയിൽ പെടുമ്പോഴാണ് ചതി മനസ്സിലാക്കുക. കോഴിക്കോട് വടകരയിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ പ്രവാസി യുവാവിന് നഷ്ടമായത് വാഹനവും പണവുമാണ്. തെരേസ നൊവീന എന്ന യുവതി ഉൾപ്പെടെ 7 അംഗ സംഘമായിരുന്നു സംഭവത്തിന് പിന്നിൽ. കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ കൂട്ടാളികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്.
സംഭവം നടന്നത്. കേസിലെ മുഖ്യപ്രതി തെരേസ നൊവീന റാണിയുമായി പ്രവാസി യുവാവ് 4 മാസമായി സൗഹൃദത്തിലായിരുന്നു. നിരന്തരം ഇരുവരും തമ്മിൽ ചാറ്റ് ചെയ്യുകയും ചെയ്തു. അടുത്തിടെ യുവാവ് അവധിക്ക് നാട്ടിലെത്തിയതോടെ റാണി യുവാവിനെ മുക്കാളി റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപമുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഇവിടെ എത്തിയപ്പോൾ രണ്ടാം പ്രതി ധർമ്മടം സ്വദേശി അജ്നാസ് ഇയാളെ യുവതിക്കൊപ്പം ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുകയും പിന്നീട് ഇത് കാട്ടി ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. യുവതിക്കൊപ്പമുള്ള ഫോട്ടോ ഭാര്യയ്ക്ക് അയച്ചു നൽകുമെന്ന് പറഞ്ഞ് പ്രതികൾ യുവാവിന്റെ താർ ജീപ്പിൽ സൂക്ഷിച്ച 1,06,000 രൂപ കവരുകയും 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വാഹനവുമായി കടന്നുകളയുകയും ചെയ്തു. യുവാവിന്റെ പരാതിയിൽ റാണി, അജ്നാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേസിൽ ആകെ 7 പ്രതികളാണ് ഉള്ളത്. അറസ്റ്റിലായ 2 പ്രതികൾക്ക് പുറമെ യുവതി ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. ഒരു വ്യാജ കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കേണ്ടി വന്ന നിരപരാധികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പോലീസും എക്സൈസും വനവകുപ്പുമൊക്കെ ഇങ്ങനെ ഒട്ടേറെ പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട്. തൃശൂർ മുപ്ലിയത്ത് മ്ലാവിറച്ചി എന്ന പേരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പോത്തിറച്ചിയായിരുന്നു. കേസിൽ അറസ്റ്റിലായതോടെ 35 ദിവസമാണ് 2 പേർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ചാലക്കുടി മേച്ചിറ സ്വദേശിയും ചുമട്ടുതൊഴിലാളിയുമായ സുജേഷ്, സുഹൃത്ത് ജോബി എന്നിവർ കഴിച്ചത് മ്ലാവിറച്ചി അല്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. FIR റദ്ദാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ജോബിയുടെ വീട്ടിൽ നിന്നാണ് ഇറച്ചി പിടികൂടുന്നത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. തുടർന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ ഇറച്ചി കണ്ടെത്തി. ജോബിയുടെ മൊഴി പ്രകാരമാണ് സുജീഷിനെയും പിടികൂടിയത്. പോലീസ് വിവരമറിയിച്ചതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പിടിച്ചത് മ്ലാവിറച്ചിയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു. മ്ലാവിനെ വേട്ടയാടി മാംസം പാചകം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. കേസിൽ പ്രതികൾ 35 ദിവസം ജയിലിൽ കഴിഞ്ഞു. പിന്നീട് ഹൈക്കോടതിയിലെത്തിയാണ് ജാമ്യം നേടിയത്. എന്നാൽ ശാസ്ത്രീയ പരിശോധനാ ഫലം കേസിൽ വഴിത്തിരിവായി. പിടിച്ചത് മ്ലാവിറച്ചിയല്ലെന്നും കന്നുകാലി ഇറച്ചിയാണെന്നുമായിരുന്നു പരിശോധനാ ഫലം. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മർദ്ദിച്ച് തെറ്റായ മൊഴി നൽകിപ്പിച്ചതായാണ് ഇവരുടെ ആരോപണം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ ചാനലിന് വേണ്ടിയിട്ട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് സത്യങ്ങളാണ്. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഭയമുണ്ട്. കാരണം നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, നമ്മൾ സത്യമായിട്ട് കാര്യങ്ങൾ എഴുതാം. ഇനി ഇതിൻ്റെ പേരിൽ വേറെ നമ്മളെ മേത്തേക്ക് വേറെ കേസുകളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ഭയമുണ്ട് എനിക്ക്. ഏകദേശം 35 ദിവസക്കാലം റിമാൻഡിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 35 ദിവസത്തിന് ശേഷം ഹൈക്കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ആ സമയത്തെല്ലാം നമ്മൾ ബെയിൽ ആപ്ലിക്കേഷനിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് അദ്ദേഹം വീട്ടിൽ കറി വയ്ക്കാൻ മേടിച്ച ബീഫ് ഇറച്ചിയാണെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ ഫോറസ്റ്റുകാർക്ക് എന്തോ മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് അവർ പ്രവർത്തിച്ചത്. FIR റദ്ദാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതികളുടെ തീരുമാനം. അതേസമയം മ്ലാവിറച്ചിയാണെന്ന് പറഞ്ഞ് യുവാക്കൾ നടത്തിയ വാട്സാപ്പ് സംഭാഷണം തെളിവായി ഉണ്ടെന്നാണ് വനം വകുപ്പിന്റെ വാദം. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം വൈകാറുണ്ടെന്നും വനം വകുപ്പ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് MDMA എന്ന് കരുതി കൽക്കണ്ടപ്പൊടി പിടികൂടിയ കേസിൽ 151 ദിവസം ജയിലിൽ കിടന്ന 2 യുവാക്കളുടെ ദുരിത കഥ നമ്മൾ കേട്ടതാണ്. ആ കേസിൽ നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് കാസർഗോഡ് സ്വദേശി ബിജു മാത്യു.
എന്നാൽ വ്യാജ ലഹരി കേസിൽ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു. കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കോഴിക്കോട് നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ ADGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ലഹരി സംഘം കൽക്കണ്ടം ഇനത്തിൽപ്പെട്ട സുക്രോസ് എന്ന പദാർത്ഥം നൽകി യുവാക്കളെ പറ്റിച്ചെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും യുവാക്കൾ പ്രതികരിച്ചു. കൽക്കണ്ടം MDMA ആണെന്ന് തെറ്റിദ്ധരിച്ച് നിരപരാധികളെ 151 ദിവസം ജയിലിലിട്ട സംഭവത്തിലാണ് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട്. കോഴിക്കോട് നർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണർ KA ബോസ് ADGPക്ക് നൽകിയ റിപ്പോർട്ടിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. MDMA എന്ന് പറഞ്ഞ് ലഹരി മാഫിയ സംഘം കൽക്കണ്ടം ഇനത്തിൽപ്പെട്ട സുക്രോസ് എന്ന പദാർത്ഥം നൽകി യുവാക്കളെ പറ്റിച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത്. രാസപരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് യുവാക്കൾ തങ്ങൾ പറ്റിക്കപ്പെട്ടുവെന്ന കാര്യം അറിയുന്നത്. പോലീസ് പിടികൂടിയപ്പോഴോ കോടതിയിലോ ഇത് MDMA അല്ലെന്ന് യുവാക്കൾ പറഞ്ഞിട്ടില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 3 തവണ ജാമ്യാപേക്ഷ നൽകിയപ്പോഴും കൈവശമുണ്ടായിരുന്നത് രാസലഹരി അല്ലെന്ന് പറഞ്ഞിട്ടില്ല. രാസപരിശോധനാ ഫലം വന്നപ്പോൾ തന്നെ യുവാക്കളെ ജയിൽ മോചിതരാക്കിയെന്നും അതുകൊണ്ട് തന്നെ കേസന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് അന്വേഷണ റിപ്പോർട്ട്. അതേസമയം പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും തങ്ങളുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിട്ടില്ലെന്നും യുവാക്കൾ പറയുന്നു. ഏകപക്ഷീയമായ അന്വേഷണമാണ് നടത്തിയതെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ഇതിനു മുന്നോടിയായി മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP, നടക്കാവിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന ലീല അടക്കമുള്ളവർക്ക് കാഞ്ഞങ്ങാട്ടെ അഭിഭാഷകൻ KT ജോസഫ് മുഖേന വക്കീൽ നോട്ടീസ് അയച്ചു. ഒരു പൗരന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് സംരക്ഷിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അത് നിവർത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ നിയമപരമല്ലാത്ത പ്രവൃത്തിയിലൂടെ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ധ്വംസിക്കാൻ, അതില്ലാതെയാക്കാൻ വേണ്ടിയുള്ളതല്ല. ചുരുക്കി പറഞ്ഞാൽ പോലീസിന് അധികാരം ലഭിക്കുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ പ്രവൃത്തിയും നിയമപരമായിരിക്കണം. 2024 നവംബർ 26 കണ്ണൂർ വാരത്തെ മണികണ്ഠൻ, കാസർഗോഡ് കോളിച്ചാൽ ഞരളേറ്റ് വീട്ടിൽ ബിജു മാത്യു എന്നിവരെ വ്യാജലഹരി കേസെടുത്ത് കോഴിക്കോട് നടക്കാവ് പോലീസ് ജയിലിലടച്ചത്. പോലീസിന്റെ അനാസ്ഥയിൽ 5 മാസമാണ് ഇവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമകളായ യുവാക്കൾ ഒട്ടേറെ കുടുംബങ്ങൾ തകർത്തിട്ടുണ്ട്. ലഹരി മൂത്ത് സ്വന്തം അമ്മയെയും ഭാര്യയെയും സുഹൃത്തുക്കളെയും പോലും കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. അതിലേറ്റവും പ്രമാദമായ കേസുകളിലൊന്നാണ് താമരശ്ശേരി ഷിബില കൊലക്കേസ്. 24-കാരി ഷിബിലയെ ഭർത്താവ് വീട്ടിൽ കയറി കുത്തിക്കൊന്ന കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം 600 പേജുള്ള കുറ്റപത്രം നൽകിയത്. ഷിബില കൊല്ലപ്പെട്ടതിന്റെ 87-ാം ദിവസമാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഇൻസ്പെക്ടർ A. സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഷിബിലയുടെ ഭർത്താവ് പുതുപ്പാടി സ്വദേശി യാസറാണ് കേസിലെ ഏക പ്രതി. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുകയും അവരുടെ മാതാപിതാക്കളെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതാണ് കേസ്.
കൊലക്കുറ്റത്തിനും വധശ്രമത്തിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഒരേ സമയം 2 കത്തികൾ ഇരു കൈകളിലും പിടിച്ച് യാസിർ ഷിബിലയെ ആക്രമിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 11 മുറിവുകളായിരുന്നു ഷിബിലയുടെ മൃതദേഹത്തിലുണ്ടായിരുന്നത്. തന്റെ വീട്ടിലേക്ക് ഷിബില മടങ്ങി വരാത്തതിലുള്ള വിരോധവും ഭാര്യ തന്നെ വിട്ടുപോകുമോ എന്ന ആശങ്കയുമാണ് കൊലയ്ക്ക് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. $600 പേജുള്ള കുറ്റപത്രത്തിനൊപ്പം 76 അനുബന്ധ രേഖകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച 2 കത്തികൾ ഉൾപ്പെടെ 36 തൊണ്ടിമുതലുകളും ഹാജരാക്കി. കേസിൽ 86 സാക്ഷികളുണ്ട്. കഴിഞ്ഞ മാർച്ച് 18 രാത്രി 7 മണിക്കായിരുന്നു ഷിബിലയെ വീട്ടുമുറ്റത്ത് വെച്ച് യാസിർ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 താമരശ്ശേരി. ചില നായ്ക്കൾ വഴിയിൽ ചത്തു കടന്നാൽ പോലും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാറില്ല. ഒടുവിൽ ആരോരുമില്ലാതെ പുഴുവരിച്ച് മണ്ണോട് മണ്ണടിയുന്നതാകും അതിൻ്റെ അവസ്ഥ. മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ചില മനുഷ്യരുടെയും അന്ത്യം ഇങ്ങനെയാകും. മൃതദേഹം ഏറ്റെടുക്കാനോ സംസ്കരിക്കാനോ ഉറ്റവർ പോലും ഉണ്ടാകില്ല. തൃശൂർ പടിയൂരിൽ 2ാം ഭാര്യയെയും ഭാര്യാമാതാവിനെയും കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ പ്രേംകുമാറിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല. ഇതോടെ പ്രതിയുടെ മരണം സംഭവിച്ച കേദാർനാഥിൽ തന്നെ സംസ്കാരം നടത്താൻ ഉത്തരാഖണ്ഡ് പോലീസിൻ്റെ തീരുമാനം. കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കഴിഞ്ഞ ദിവസമാണ് പ്രേംകുമാറിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. പടിയൂരിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാറളം വെള്ളാനി സ്വദേശിനി മണി, മകൾ രേഖ എന്നിവരെ ജൂൺ 4-നാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇരട്ടക്കൊലപാതകത്തിന് ശേഷം രേഖയുടെ ഭർത്താവ് പ്രേംകുമാർ ഒളിവിൽ പോയിരുന്നു. ഇയാളെ ഡൽഹിയിലുള്ള സുഹൃത്തുക്കൾ സംരക്ഷിക്കുന്നതായി സൂചന ലഭിച്ചതോടെ അന്വേഷണ സംഘം അവിടെ എത്തി തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് മരണം. കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിൽ അനക്കമില്ലാതെ കിടന്ന പ്രേംകുമാറിനെ നാട്ടുകാരാണ് സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സിലെ കുറിപ്പിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ വിളിച്ചാണ് ആശുപത്രി ജീവനക്കാർ ബന്ധുക്കളെ വിവരമറിയിച്ചത്. അന്വേഷണ സംഘം കേദാർനാഥിലെത്തി മരിച്ചത് പ്രേംകുമാർ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ കേദാർനാഥിൽ തന്നെ സംസ്കരിക്കാനാണ് ആലോചന. രേഖയെയും മണിയെയും കൊലപ്പെടുത്തിയത് പ്രേംകുമാറാണെന്ന് വ്യക്തമാണെങ്കിലും അന്വേഷണം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തും. 2019 ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് പ്രേംകുമാർ. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം 5 മാസം മുൻപാണ് രേഖയെ വിവാഹം കഴിച്ചത്. തന്റെ ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ചുപോയതാണെന്നാണ് ഇയാൾ രേഖയോട് പറഞ്ഞിരുന്നത്. സ്വന്തം കുടുംബവുമായും പ്രേംകുമാർ യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല. രേഖയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാഹനങ്ങളിൽ താക്കോൽ മറന്നുവെക്കുന്ന പ്രവണതയുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ സൂക്ഷിക്കണം. കാരണം ഇങ്ങനെ വാഹനത്തിൽ താക്കോൽ കണ്ടാൽ മോഷ്ടിക്കാനായി തക്കം പാർത്തിരിക്കുന്ന സംഘങ്ങൾ നമുക്കിടയിലുണ്ട്. കോഴിക്കോട് മുക്കം KMCT മെഡിക്കൽ കോളേജിൽ സ്കൂട്ടർ മോഷണം പോയ സംഭവത്തിലേക്കാണ്. ആശുപത്രിയിൽ രോഗിയെ കാണാനെത്തിയ സ്ത്രീ സ്കൂട്ടറിൻ്റെ താക്കോൽ എടുക്കാൻ മറന്നുപോയി. തിരികെ എത്തിയപ്പോൾ വാഹനം കാണാനില്ല. മോഷ്ടാവ് സ്കൂട്ടറുമായി കടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
തന്നെയാണ് മോഷണം. ചാത്തമംഗലം NIT സ്വദേശി ജലീലിന്റെ ഭാര്യ ചികിത്സയിലുള്ള ബന്ധുവിനെ കാണാനായി മുക്കം മെഡിക്കൽ കോളേജിലെത്തിയതായിരുന്നു. ആശുപത്രിയിലെ പാർക്കിങ്ങിലാണ് സ്കൂട്ടർ വെച്ചത്. തിരികെ പോവാൻ നേരത്ത് ബാഗിൽ സ്കൂട്ടറിന്റെ താക്കോൽ നോക്കിയപ്പോൾ കണ്ടില്ല. പാർക്കിങ്ങിലെത്തിയപ്പോൾ സ്കൂട്ടറും കാണാനില്ലായിരുന്നു. തുടർന്ന് ആശുപത്രിയിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ഒരു യുവാവ് സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്ന് വ്യക്തമായത്. ജലീലും ഭാര്യയും മുക്കം പോലീസിൽ പരാതി നൽകി. സ്കൂട്ടറിൽ താക്കോൽ മറന്നുവെച്ചതാണ് മോഷ്ടാവിന് കാര്യങ്ങൾ എളുപ്പമാക്കിയത്. ചാവി വണ്ടീൻ്റെ മുകളിൽ വെച്ച് പോയി. അപ്പം തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ബാഗിൽ ചാവി നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോഴും വണ്ടിയിലാണെന്നുള്ള ഓർമ്മയില്ല. പെട്ടെന്ന് ഓടി വന്ന് നോക്കുമ്പോൾ വണ്ടി വെച്ച സ്ഥലം പ്ലെയിനാണ്. പിന്നെ ഇവിടെ സെക്യൂരിറ്റീനോട് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റിക്കാർ ഇവിടെ എല്ലാം അന്വേഷിച്ച് നോക്കി. അതിനുശേഷം ഇവിടെ PROനെ കണ്ടു. PROനെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. PRO ഒരു ഓഫീസിലാണ് ഇതിൻ്റെ CCTV ഫുട്ടേജ് ഉള്ള ഏരിയയിൽ നമ്മൾ പോയിട്ട് ജസ്റ്റ് CCTV ഒന്ന് ചെക്ക് ചെയ്തു. ഇത് ചെക്ക് ചെയ്തപ്പോൾ അതിൽ വിഷ്വൽസിൽ വണ്ടി എടുത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ മുക്കം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രതിയെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഉടനെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മുക്കം. കനത്ത മഴയുടെ മറവിൽ ഇടുക്കിയിൽ ചന്ദനമോഷണം വ്യാപകമാകുന്നുണ്ട്. സ്ഥിരമായി ആൾതാമസമില്ലാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മുണ്ടിയേരുമ ദേവഗിരി ഭാഗത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് നിരവധി മരങ്ങൾ മുറിച്ചു കടത്തി. കാതൽ കുറവായതിനാൽ പാതി മുറിച്ച് ഉപേക്ഷിച്ച നിലയിലുള്ള മരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മറയൂർ കഴിഞ്ഞാൽ ചന്ദനമരങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് അതിർത്തി പ്രദേശമായ പട്ടം കോളനിയിലാണ്. മഴക്കാലങ്ങളിലാണ് മേഖലയിൽ ചന്ദനമോഷണം വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മുണ്ടിയേരുമ ദേവഗിരി ഭാഗത്തെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് നിരവധി മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. കാതൽ കുറവായതിനാൽ പാതി മുറിച്ചു നിർത്തിയ മരങ്ങളുമുണ്ട്. ഇവിടെ നമുക്കൊരു 10-12 ചന്ദനം നിൽപ്പുണ്ടായിരുന്നു. അതിലൊരു 2-3 ചന്ദനം പോയി. നമ്മളിവിടെ ഇല്ലാത്ത സമയത്താണ് ഈ സാധനം പോയത്. അതുപോലെ തന്നെ മഴ സമയമായിരുന്നു. രാത്രിയിലാണ് പോയേക്കുന്നത്. ഒരു 2-3 ദിവസം മുമ്പ് ഇതേപോലെ ഒന്നും വെട്ടിയിട്ട് ഒരു 5-6 ദിവസം മുമ്പ് വെട്ടിയിട്ടിരുന്ന് കണ്ടായിരുന്നു. അത് കണ്ട് ഞങ്ങൾ പോലീസുകാരെ അറിയിച്ചു. പോലീസുകാർ വന്ന് നോക്കിയായിരുന്നു. അതുപോലെ പോലീസുകാർക്ക് കേസ് കൊടുത്തായിരുന്നു. അതിൽ 2 പേരെ 2-3 ദിവസം മുമ്പ് സംബന്ധിച്ച് പിടിച്ചെന്ന് പറഞ്ഞു. ഇവരാണോന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം 7 കിലോ ചന്ദനമുട്ടിയുമായി 2 പേർ പിടിയിലായിരുന്നു. മുണ്ടിയേരുമ മേഖലയിൽ നിന്നും മുറിച്ചു കടത്തിയ മരമായിരുന്നു ഇത്. മേഖലയിലെ പൊതുസ്ഥലങ്ങളിൽ നിന്നടക്കം ചന്ദനം മുൻപും മോഷണം പോയിട്ടുണ്ട്. മഴ ശക്തമായ ദിവസങ്ങളിൽ രാത്രികാലങ്ങളിലാണ് മോഷണം കൂടുതലായും നടന്നിട്ടുള്ളത്. മോഷണം നടന്നാലും നിയമപ്രശ്നങ്ങൾ ഓർത്ത് പല ഭൂ ഉടമകളും കേസിന് പോകാറുമില്ല. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അശോക സ്തംഭത്തെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടയാൾക്കെതിരെ കേസ്. ജനാധിപത്യ വേദി നിർവാഹക സമിതി അംഗം NV ബാലകൃഷ്ണനെതിരെയാണ് കൊയിലാണ്ടി പോലീസ് സ്വമേധയാ കേസെടുത്തത്. മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പിടിയിലായത് തെങ്കര സ്വദേശി മുഹമ്മദ് റഫീഖ്. മണ്ണാർക്കാട് ശിവൻകുന്നിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ മുഖ്യപ്രതി ഡാലുവിന്റെ സഹായിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മേലാറ്റൂർ സ്വദേശി ഷുഹൈബാണ് അറസ്റ്റിലായത്. വടക്കഞ്ചേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ചയാൾ പിടിയിൽ. പിടിയിലായത് തിരുപ്പൂർ സ്വദേശി പെരുമാൾ രാജേന്ദ്രൻ. നിയമത്തിനും നിയമവ്യവസ്ഥയ്ക്കും പുല്ലുവില കൽപ്പിക്കുന്നവർക്ക് പോലീസിനെ പോലും പേടിയില്ല. മൂവാറ്റുപുഴ കദളിക്കാട് പോലീസ് ഉദ്യോഗസ്ഥനെ കാറടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് വാഹന പരിശോധനയ്ക്കിടെയാണ്. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ SI മുഹമ്മദ് EMന് നേരെയാണ് ആക്രമണം നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിലൂടെ അമിത വേഗത്തിലെത്തിയ കാർ കയറ്റിയിറക്കുകയായിരുന്നു.
2 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് കാറിലുണ്ടായിരുന്ന പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. പോലീസുകാരനെ ഇടിച്ചിട്ട് വാഹനവുമായി രക്ഷപ്പെട്ടെങ്കിലും പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.